2022 ഓഗസ്റ്റ് 25 രാവിലെ അന്ധേരിയിലെ താമസക്കാരിയായ 15 വയസ്സുകാരി വംശിത റാത്തോർ സ്കൂളിലേക്ക് പോകാനായി വീട്ടിൽ നിന്നും ഇറങ്ങി. പിന്നീട് 2022 ഓഗസ്റ്റ് 26 വംശിതയുടെ ജീവനറ്റ ശരീരം മുംബൈയിലെ നൈഗോൺ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും ഒരു വലിയ സൂട്ട്കേസിൽ ലഭിച്ചു. അവളുടെ ശവശരീരം കമ്പിളിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു. ആ ശരീരത്തിൽ കത്തികൊണ്ടുണ്ടാക്കിയ മുറിവുകളുണ്ടായിരുന്നു. ആരാണ് ഇത്തരം ഒരു ക്രൂരകൃത്യത്തിന് പിന്നിൽ? അത് കണ്ടുപിടിക്കുവാൻ വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുംബൈ പോലീസിന്റെ 10 ടീം കൂടാതെ അഹമ്മദാബാദ് ക്രൈംബ്രാഞ്ചും ഈ കേസ് സോൾവ് ചെയ്യാനായി ഇറങ്ങിത്തിരിച്ചു. ഒരാഴ്ചയിൽ കൂടുതൽ സമയമെടുത്തു. 2000 CCTV ക്യാമറകൾ പരിശോധിച്ചു, എന്തെങ്കിലും തുമ്പ് ലഭിക്കാൻ. ആരാണ് കൊലയാളി? 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ എന്തിനാണ് ഇങ്ങനെ കൊല ചെയ്തത്? ഒരാഴ്ചയ്ക്ക് ശേഷം പ്രതി പിടിയിലായി. എങ്ങനെയാണ് പോലീസ് പ്രതിയെ വലയിലാക്കിയതെന്നറിയണ്ടേ? ശരി, നമുക്കപ്പോൾ കഥയിലേക്ക് പോകാം. മുന്നോട്ട് വീഡിയോ കാണുന്നതിന് മുൻപായി എൻ്റെ അവതരണം ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ദയവായി നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. ഈ കേസിന് ആസ്പദമായ സംഭവത്തിൻ്റെ തുടക്കം 2022 ഓഗസ്റ്റ് 25 സാധാരണയായി രാവിലെ സ്കൂളിലേക്ക് പുറപ്പെടുന്ന വംശിത വൈകുന്നേരം കൃത്യമായി വീട്ടിൽ തിരിച്ചെത്താറുണ്ട്. എന്നാൽ സംഭവം നടക്കുന്ന ദിവസം സന്ധ്യയായിട്ടും പെൺകുട്ടി വീട്ടിൽ തിരിച്ചെത്തിയില്ല. വീട്ടുകാർ വംശിതയുടെ ഫോണിലേക്ക് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്ന ഉത്തരമാണ് ലഭിക്കുന്നത്. കൂടെ പഠിക്കുന്ന ചില കുട്ടികളെ വിളിച്ച് അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം വ്യക്തമായി: വംശിത അന്നേ ദിവസം സ്കൂളിലേക്ക് ചെന്നിട്ടില്ല. ഇക്കാര്യം വീട്ടുകാരെ കൂടുതൽ പരിഭ്രാന്തിയിലാക്കി. തങ്ങളുടേതായ രീതിയിൽ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയെക്കുറിച്ച് യാതൊരു തുമ്പും ലഭിക്കാത്തതിനാൽ വീട്ടുകാർ അന്ധേരി പോലീസ് സ്റ്റേഷനിൽ എത്തി മകളുടെ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും ആദ്യം സമീപത്തെ എല്ലാ CCTVകളും പരിശോധിച്ചു. പരിശോധനയിൽ ഒരു കാര്യം വ്യക്തമായി: സ്കൂളിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ വംശിത സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് പകരം മറ്റൊരു വഴിക്കാണ് പോയത്. വീഡിയോയിൽ വംശിതയ്ക്കൊപ്പം 2 ആൺകുട്ടികളെയും കണ്ടു. അത് ഈ കേസിലെ ആദ്യത്തെ വഴിത്തിരിവായി. പോലീസ് ആദ്യം തന്നെ ഈ ആൺകുട്ടികളെക്കുറിച്ചുള്ള വിവരം ശേഖരിച്ചു. അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി: ഈ 2 ആൺകുട്ടികളും സ്വന്തം വീട്ടിൽ നിന്നും മാറി താമസിക്കുന്നവരാണ്, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണ്. ഇതോടെ പോലീസിന് ശക്തമായ സംശയം തോന്നി: ഈ 2 ആൺകുട്ടികൾക്കും വംശിതയുടെ മിസ്സിംഗ് കേസുമായി എന്തോ ബന്ധമുണ്ടോ എന്ന്. ഇതിനുശേഷം പോലീസ് ഈ 2 വ്യക്തികളുടെയും പ്രവൃത്തികൾ നിരീക്ഷിക്കാൻ തുടങ്ങി. ഇവരുടെ മൊബൈൽ നമ്പർ തുടരെ സ്വിച്ച് ഓഫ് പറയുന്നതിനാൽ ഇവരുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനായില്ല. ഇവർ നാട് വിട്ടോ എന്ന സംശയം ബലപ്പെട്ടു. തുടർന്ന് പോലീസ് മുംബൈയിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. പല റെയിൽവേ സ്റ്റേഷനുകൾ, ആയിരക്കണക്കിന് ക്യാമറകൾ. അന്വേഷണം ഒട്ടും എളുപ്പമോ സുഖകരമോ ആയിരുന്നില്ല. വംശിതയുടെ കൂടെ തുടക്കം മുതലേ ഉണ്ടായിരുന്ന ആൺകുട്ടികളുടെ CCTV ഫുട്ടേജ് ആദ്യമായി ലഭിക്കുന്നത് മുംബൈയിലെ വിരാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. അതിശയിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ 2 മണിക്കൂറിന് ശേഷം വീണ്ടും ഈ 2 ആൺകുട്ടികളും ഇതേ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തി എന്നതാണ്. ജോധ്പൂർ ട്രെയിനിൽ നിന്ന് ജയ്പൂരിലേക്കും അവിടുന്ന് ഗോകർണത്തേക്കും വൈഷ്ണോദേവിയിലേക്കും ഒക്കെയായി പോലീസിനെ വെട്ടിച്ചുള്ള കണ്ണുപൊത്തിക്കളി തുടർന്നുകൊണ്ടിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഒടുവിൽ മുംബൈയിലെ പാലൻപൂർ എന്ന ഇടത്തു നിന്നും ഒരു ലോഡ്ജിൽ നിന്നും 2 പ്രതികളും പിടിയിലായി. പ്രതികളിൽ ഒരാൾ സന്തോഷ് മഗ്വാന 21 വയസ്സ്, രണ്ടാമത്തെയാൾ വിശാൽ അംഭാവന 21 വയസ്സ്. 2 പേരും സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണ്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി സന്തോഷ് മഗ്വാനയും വംശിതയും സുഹൃത്തുക്കളായിരുന്നു എന്ന് മനസ്സിലായി. സോഷ്യൽ മീഡിയ വഴിയുള്ള പരിചയം പിന്നീട് കൂടിക്കാഴ്ചകൾക്ക് വഴിയൊരുക്കി. വീട്ടിൽ നിന്നും സ്കൂളിലേക്കെന്ന് പറഞ്ഞിറങ്ങുന്ന വംശിത സന്തോഷ് മഗ്വാനയുടെ അടുത്തേക്ക് ചെല്ലുകയും ഇരുവരും ഒരുമിച്ച് സമയം ചെലവഴിക്കുകയും ചെയ്യുമായിരുന്നു. 2022 ഓഗസ്റ്റ് 25 പതിവ് പോലെ സന്തോഷ് വംശിതയെ കാണാൻ താല്പര്യം അറിയിക്കുന്നു. സ്കൂളിലേക്കെന്ന് കള്ളം പറഞ്ഞ് വംശിത സന്തോഷിനെ കാണാൻ യാത്രയാകുന്നു. അയാളുടെ കൂടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കൂട്ടുകാരനായ വിശാലും കൂടെ കൂടുന്നു. സന്തോഷിന്റെ വീട്ടിലേക്ക് 3 സംഘം എത്തിയതിനു ശേഷം സന്തോഷും വംശിതയും മണിക്കൂറുകളോളം ഒരു മുറിയിൽ ചിലവഴിച്ചു. അവിടെ വരെ എല്ലാം ഓക്കെ ആയിരുന്നു. എന്നാൽ അവിടുന്ന് മടങ്ങാൻ ഒരുങ്ങവേ വംശിതയോട് സന്തോഷ് ഇനി നമ്മൾ തമ്മിൽ കാണരുതെന്നും ബന്ധം തുടരേണ്ടതില്ലെന്നും പറയുന്നു. എന്നാൽ വംശിത അതിനെ എതിർത്തു. ആ തർക്കം അതിക്രൂരമായ കൊലയിൽ അവസാനിച്ചു. മുറിക്ക് പുറത്തുനിന്ന വിശാലിനെ സന്തോഷ് ആംഗ്യം കാട്ടി അകത്തേക്ക് വിളിച്ചു. കൂട്ടുകാരൻ്റെ മനസ്സറിഞ്ഞ വിശാൽ മുറിക്കുള്ളിലേക്ക് കയറി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് വംശിതയുടെ മുതുകിൽ പലവട്ടം ആഞ്ഞുകുത്തി. അവളുടെ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ സന്തോഷ് അവളെ ബലമായി പിടിച്ചു വയ്ക്കുകയും വായ പൊത്തുകയും ചെയ്തു. അതുകൊണ്ടും കഴിഞ്ഞില്ല. കുറച്ചു സമയത്തിനുള്ളിൽ വിശാലിന്റെ കയ്യിൽ നിന്നും കത്തി പിടിച്ചു വാങ്ങി സന്തോഷ് വീണ്ടും വീണ്ടും വംശിതയുടെ ശരീരത്തിൽ ആഞ്ഞുകുത്തി. വംശിതയുടെ ശ്വാസം നിലയ്ക്കുന്നതുവരെ അവൻ അത് തുടർന്നു.
അവൾ മരിച്ചെന്നുറപ്പായപ്പോൾ ഇരുവരും ചേർന്ന് അവളുടെ സ്കൂൾ യൂണിഫോം മാറ്റി സന്തോഷിൻ്റെ പാൻസും ഷർട്ടും ധരിപ്പിച്ചു. പിന്നെ മുറിയിലുണ്ടായിരുന്ന കമ്പിളി ഉപയോഗിച്ച് അവളെ ചുറ്റിമുറുക്കി ഒരു ട്രാവൽ ബാഗിൽ വല്ല വിധേനയും കുത്തി നിറച്ചു. പിന്നീട് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വില്ലേപാർവെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടുന്ന് ട്രെയിൻ കയറി നൈഗോൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് 5 മിനിറ്റ് മുമ്പ്, അതായത് 5:30 ഒരു പാലത്തിന് മുകളിലേക്ക് ട്രെയിൻ പ്രവേശിച്ചതക്കത്തിന് താഴെ കാണുന്ന കാട്ടിലേക്ക് ട്രാവൽ ബാഗ് എടുത്തെറിഞ്ഞു ഇരുപേരും ചേർന്ന്. നൈഗോൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വസൈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ 2 പേരും പുതിയ ഡ്രസ്സ് വാങ്ങി ധരിച്ചു. മുടി വെട്ടി ഷേവൊക്കെ ചെയ്ത് പുതിയ ലുക്കിൽ വിരാടിലേക്ക് പോയി. ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോലീസിനെ പറ്റിച്ച് അവർ പോയിക്കൊണ്ടിരുന്നു. എങ്കിലും ഒടുവിൽ അവർ പോലീസ് വിരിച്ച വലയിൽ വീണു. സന്തോഷിൻ്റെ മുറിയിൽ നിന്നും വംശിതയുടെ യൂണിഫോമും മറ്റു സാധനങ്ങളും പോലീസ് കണ്ടെടുത്തു. ഇനിയുള്ള ചോദ്യം എന്തിനാണ് ഇങ്ങനെ ഒരു കൊല നടത്തിയത് എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം കൃത്യമായി പോലീസ് കണ്ടുപിടിച്ചു. വംശിതയുടെയും സന്തോഷിൻ്റെയും കണ്ടുമുട്ടൽ സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും പിന്നീടുള്ള അവരുടെ കൂടിക്കാഴ്ചകളെക്കുറിച്ച് വംശിതയുടെ വീട്ടുകാർ മനസ്സിലാക്കുകയും അവളെ ആ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വംശിതയുടെ വീട്ടുകാർ സന്തോഷിനെ കണ്ടും ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. മാത്രമല്ല അവനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അത് സന്തോഷിനെ ചൊടിപ്പിച്ചു. അഭിമാനക്ഷതം തോന്നിയ അവൻ പ്രതികാരം എന്ന നിലയിലാണ് കൂട്ടുകാരനായ വിശാലിനെയും കൂട്ടുപിടിച്ച് വംശിതയെ കൊലപ്പെടുത്തിയത്.